നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ടേക്ക് കടന്നു പോകുന്ന ജേണിയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, നമ്മൾ കീപ്പ് ചെയ്യുന്ന റിലേഷൻഷിപ്പ്, നമ്മളുടെ ഉയർച്ചകൾ, നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചേർത്ത് നിർത്തുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ ഈ മാനിപ്പുലേഷൻ എന്ന കാര്യം വർക്കൗട്ട് ആവുന്നുണ്ട്. ഇങ്ങനെ പരിചയക്കാരിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന, നമ്മൾക്ക് കൈമാറി വരുന്ന വാക്കുകൾ, വർത്തമാനങ്ങൾ, നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവായി നമ്മളുടെ ലക്ഷ്യത്തിൻ്റെ വഴിയിൽ നിന്ന് നമ്മൾ മാറിപ്പോകാതിരിക്കാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം. മറ്റുള്ളവരുടെ മോശപ്പെട്ട വാക്കുകളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം. ഓരോ ആൾക്കാരും അവരവരുടെ കാര്യങ്ങൾ നടക്കാനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കാനും മറ്റുള്ളവരിൽ ഇങ്ങനെയുള്ള സ്വാധീനം ചെലുത്താറുണ്ട്. ചില ആൾക്കാർക്ക് അത് നല്ലതായി ഭവിക്കാറുണ്ട്. പക്ഷെ കൂടുതലായി നടക്കുന്നത് മറ്റുള്ള ആൾക്കാർ ഇതിനകത്ത് ഇൻവോൾവായി അവരുടെ ഒരു സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ടു പോകാറാണ് കൂടുതലായി കണ്ടുവരിക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാനിപ്പുലേറ്റഡായി പോകാതിരിക്കാൻ വി ഹാവ് ടു പ്രൊട്ടക്റ്റ് അവർ സെൽസ്. ഇന്ന് കൂടുതൽ ആൾക്കാരൊക്കെ NLP നോർമൽ ലാംഗ്വേജിൽ യൂസ് ചെയ്ത് സംസാരിക്കാൻ പഠിച്ചിരിക്കുക. NLP എന്ന് പറയുന്നത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് വേസ് ഉണ്ട് നമുക്ക് ഓരോ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്, കാര്യങ്ങൾ പറയുന്നതിന്, സെയിൽസ് ക്ലോസ് ചെയ്യുന്നതിന്, അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് യെസ് കിട്ടുന്നതിന്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പല പല സ്ട്രാറ്റജിക്കലായിട്ടൊക്കെ സംസാരിച്ച് പലപ്പോഴും നമുക്ക് സെൽഫ് കൺട്രോൾ ഇല്ലാതെ ആൾക്കാർ അതിനകത്തേക്കൊക്കെ വീണു പോകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മറ്റുള്ള ആൾക്കാരുടെ വാക്കുകളിൽ, വർത്തമാനങ്ങളിൽ, ഇടപെടലിൽ മാനിപ്പുലേറ്റഡായി പോകാതിരിക്കാൻ വി ഹാവ് ടു പ്രൊട്ടക്റ്റ് അവർ സെൽഫ്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പഠിക്കണം.